ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പും കൂടി ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാനുണ്ട്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടി ആ 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് മേടിക്കാൻ പോവുകയാണ്. അപ്പൊ 2 ദിവസം അവിടെ തങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷയ്ക്കും ശ്രീകാന്തിനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ച് തീരുമാനിക്കുകയാണ്. അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിന്റെ അടുത്ത് എന്നിട്ട് സച്ച് പറഞ്ഞു, എടാ അത് വേണ്ടടാ, നമുക്ക് 2 ദിവസം അവിടെ പോയി തങ്ങണം. അവനേതായാലും പറഞ്ഞതല്ലേ. മാത്രമല്ല നമ്മൾ ഇനി തങ്ങാതിരുന്നു കഴിഞ്ഞാൽ കുശുമ്പ് അസൂയൊക്കെയാന്ന് തോന്നും. അതും മാത്രമല്ല എന്തോ ഇതിന്റെ പിന്നിലുണ്ട്. ഈ 5 കോടി രൂപയുടെ വീട് 3 കോടിക്ക് കൊടുക്കണമെങ്കിൽ എന്തോ ഒരു മക്കിടി പരിപാടി ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അവനെ അങ്ങനെ കൊണ്ടുപോയി കുഴി ചാടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്ത് പറഞ്ഞു, ഓക്കെ നമുക്ക് പോകാന്ന് പറഞ്ഞു. നേരെ നമ്മുടെ രവീന്ദ്രന്റെയും ചന്ദ്രയുടെയും ശ്രുതിയുടെയും അടുത്ത് എന്നിട്ട് വർഷ പറയാണ്, അത് പിന്നെ ശ്രുതി ചേച്ചി ഞങ്ങളും വരാട്ടോ, ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളും വരാം, ഞങ്ങളും വന്ന് 2 ദിവസം താമസിക്കാം. ഇത് കേട്ടപ്പോഴത്തേക്കും തന്നെ ഭയങ്കര സന്തോഷമായിട്ട് ശ്രുതി, ഓഹോ അത് കൊള്ളാലോ, ഏതായാലും ഞാൻ വിചാരിച്ചില്ല പക്ഷേ നീ സമ്മതിക്കൂന്ന്. അതിനിപ്പോ എന്താ സമ്മതിക്കുന്നില്ല, ഞാൻ ഓർത്തു അതിനിപ്പോ എന്താ ചേച്ചിയുടെ നിങ്ങളുടെ കൂടെ വന്നെന്ന് ഓർത്തിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ, 2 ദിവസം ലീവ് എടുക്കാം, ഞാനും ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ 2 ദിവസം ലീവ് ഞാനും ശ്രീകാന്ത് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്ക് 2 ദിവസം അടിച്ചു പൊളിക്കാം എന്നൊക്കെ തീരുമാനം എടുത്തു. ഈ സമയം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വീട് മേടിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാ, പക്ഷെ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം മേടിക്കാനായിട്ട്, വെറുതെ ഏതെങ്കിലും കുഴി പോയി ചാടരുത് കേട്ടോ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, ഓരോന്ന് പറഞ്ഞു അവനെ പേടിപ്പിക്കാതെ രവി കേട്ടോ, അവൻ എന്ത് ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാം, എന്റെ തങ്ക കട്ടിയെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവനെല്ലാം അറിയാം, കോടികളുടെ വീടാ അവൻ മേടിക്കാൻ പോകുന്നത്. ഇവിടെയുള്ള മറ്റാർക്കെങ്കിലും അത് സ്വപ്നം കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പോട്ടെ, ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ഈ അമ്മയുടെ ഒരു കാര്യം. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ഈ ആന്റീനി നിലത്ത് നിൽക്കത്തില്ല, ഒരു വലിയ കരിങ്കല്ലെടുത്ത് ആന്റിയുടെ ദേഹത്ത് ഇങ്ങനെ കെട്ടണം, ഇല്ലെങ്കിൽ ചിലപ്പോഴേ ആന്റി മേളേക്ക് പൊങ്ങിപ്പോകും. എന്നിട്ട് 2 ചിരിയൊക്കെ ചിരിക്കാണ് കേട്ടോ വർഷ ചിരിച്ചപ്പോ രേവതിയും സച്ചിയും കൂടെ ചിരിക്കാൻ നിന്നു. അതൊന്നും നമ്മുടെ ചന്ദ്ര കാണുന്നില്ല. എന്നാലും നമ്മുടെ മോൻ കോടികളുടെ വീട്, അയ്യോ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീട്, അയ്യോ ബംഗ്ലാവ് പോലത്തെ ഒരു വീട്, നിറയെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, വലിയൊരു പൂന്തോട്ടം, വലിയൊരു സ്വിമ്മിംഗ് പൂള്, അയ്യോ എനിക്ക് വയ്യേന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പുളകം കൊള്ളുകയാണ് കേട്ടോ. എന്നാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതിയും ലക്ഷ്മിയും കൂടെ അമ്പലത്തിൽ ഇങ്ങനെ തൊഴാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവര് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, ഞാൻ ഇന്നലെ ആകെ പേടിച്ചു മോളെ, എന്റെ പ്രാണം പോയില്ലെന്നേ ഉള്ളൂ. അത് പിന്നെ ഞാനും പേടിച്ചു അമ്മേ. പിന്നെ സച്ചേട്ടൻ എന്നോട് സോറി ഒക്കെ പറഞ്ഞു. സച്ചിക്ക് കുറച്ച് വാശി കൂടുതലല്ലേ? വാശിന്നൊന്നും അല്ല ഇതിന് പറയേണ്ടത്, പക്ഷേ പോട്ടെ, ആ കാര്യമൊക്കെ പോട്ടെ, അതാ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും പറഞ്ഞു വായെടുത്തില്ല. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ശ്രുതിയും കൂടെ കയറി വരികയാണ് കേട്ടോ അമ്പലത്തിന്റെ അകത്തേക്ക്. അപ്പൊ ഇവരെ കണ്ട ഉടനെ തന്നെ നമ്മുടെ രേവതി പറഞ്ഞു, ഇതേ അതാരാ വരുന്നത്, ശ്രുതിയും ആണല്ലോ, അവരിങ്ങനെ പതിവ് ഇങ്ങനെ ഈ അമ്പലത്തിലല്ല വരുന്നത്, പിന്നെ എന്നാന്നറിയില്ല പതിവില്ലാതെ ഈ അമ്പലത്തിലേക്ക്. അങ്ങനെ നേരെ ഇവരെ പോയി കണ്ടു. എന്നിട്ട് രേവതി ചോദിച്ചു, അല്ല നിങ്ങളും ഇങ്ങോട്ടായിരുന്നോ? ഞാൻ അതങ്ങ് വിട്ടുപോയി കേട്ടോ, ഈ ക്ഷേത്രത്തിൽ വെച്ചാലേ അഡ്വാൻസ് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ആ അതെ അതിനാ വന്നത്. അല്ല അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു അർച്ചന കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും, ഞാൻ പറഞ്ഞിട്ട് വരാം. ഓ വേണ്ട ഞങ്ങൾ കഴിപ്പിച്ചോളാം, വലിയ ഉപകാരം ഒന്നും ചെയ്യണ്ട, ഇതിന് പിന്നെ രേവതിയുടെ റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് അർച്ചന ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖമൊക്കെ ഏതാണ്ട് രീതി വെച്ചിട്ട് എന്താ പറയാ, നമ്മുടെ രേവതിനെ കണ്ടത് ഇഷ്ടപ്പെട്ടില്ലാത്തതുപോലെ നമ്മുടെ സുധീനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിനകത്തേക്ക് പോവുകയാണ്. എന്തോ നമ്മുടെ രേവതി എങ്ങാണ്ട് ഇവരുടെ 5 കോടി രൂപയുടെ വീട് അടിച്ചു മാറ്റാൻ വന്ന പോലെയാണ് സത്യം പറഞ്ഞ അവരുടെ ആ ഒരു പെരുമാറ്റം. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അതെന്താ അവൾ ഇങ്ങനെ, അവളുടെ സ്വഭാവം, അവളിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല എന്തിനുള്ള അഡ്വാൻസാ മോളെ കൊടുക്കുന്നത്? അത് പിന്നെ അവര് പുതിയൊരു വീട് മേടിക്കുന്നുണ്ട്, 3 കോടിയാ വില, അതിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാ. 3 കോടിയോ? അതിന് മാത്രം കാശൊക്കെ അവരുടെ കയ്യിലുണ്ടോ? എന്തിനാമ്മ നമ്മൾ അതൊക്കെ അന്വേഷിക്കുന്നത്? അമ്മ വന്നേ, നമുക്ക് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ രേവതിയും ലക്ഷ്മിയും കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെയും കൂടെ ഒരു സീനാ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ശ്രുതി പറയും, അവർ അവിടെ എവിടെയെങ്കിലും കണ്ടാലോ എന്ന്. ആരാ? ഓണറാട്ടോ. ഓണറിന്റെ ഭാര്യയും കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അവരിങ്ങനെ തപ്പി നടക്കാണ്. അപ്പോഴത്തേക്ക് ഒരു കുടത്തെ തട്ടി ഇങ്ങനെ വെള്ളം അങ്ങ് പോകും. അതായത് അമ്പലത്തിന്റെ അവിടെ ഇരുന്നൊരു കുടത്തില്, ഒരു ഓട്ടുകുടത്തില് നമ്മുടെ ശ്രുതിയുടെ കാല് തട്ടിയിട്ട് വെള്ളം പോവുകയാണ്. അപ്പോഴത്തേക്കും ഓടി നമ്മുടെ ശ്രുതി ചെന്നിട്ട്, ഇത് എന്ത് പറ്റി, ഇതെന്താ, നീ നോക്കി നടക്കണ്ടേ, ശ്രദ്ധിക്കണ്ടായിരുന്നു, നിന്റെ കാലിനൊന്നും പറ്റിയില്ലല്ലോ അല്ലെ,
ഏയ് ഇല്ല, എന്റെ കാലിനൊന്നും പറ്റിയൊന്നും ഇല്ലാന്ന് പറയാ. പക്ഷെ കുടം അങ്ങനെ മറിഞ്ഞു പോകുന്ന ഒരു അശകുനമാണ് കേട്ടോ. അപ്പം അശകുനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മിയും രേവതി ഇത് കണ്ടിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം ശാന്തി പറഞ്ഞു, നിങ്ങൾ പൊക്കോ, സാരമില്ല, ഞാനത് എടുത്ത് വെച്ചോളാന്ന് പറഞ്ഞിട്ട് കുട ശാന്തി എടുത്ത് മാറ്റിയൊക്കെ വെച്ചു. എന്നാലും നമ്മുടെ ലക്ഷ്മിക്ക് മനസ്സിനെന്തോ അശകുനമാണല്ലോ എന്നൊരു ചിന്തയുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മിയും രേവതി കൂടെ അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ലക്ഷ്മി അവിടെ നിൽക്കുക. ലക്ഷ്മി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പം രേവതി ചോദിച്ചു, അതെന്താ അമ്മ അവിടെ നിൽക്കുന്നത്? അത് പിന്നെ അവരൊരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതല്ലേ. ശ്രുതിയുടെ കാല് തട്ടിയിട്ട് ഒരു നിറകുടം മറിഞ്ഞില്ലേ, അതൊരു നല്ല ശകുനം അല്ല മോളെ. മോളെ ക്ഷേത്രത്തിൽ വെച്ച് ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലെന്നാ ശകുനം, ശരിയല്ല മോളെ. അതുകൊണ്ട് 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 എന്താ? അല്ല, അഡ്വാൻസ് കൊടുത്താല് ശരിയല്ലേ? അഡ്വാൻസ് കൊടുത്താൽ പ്രശ്നമാവൂലേ? അവരെ വേറൊരു ദിവസം കൊടുക്കുന്നതല്ലേ നല്ലത്. ഞാനേ അത് അവരോട് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു, വേണ്ട മോളെ, നീ പറയണ്ട. നീ പറഞ്ഞ അവര് കേൾക്കും. അതിന് അസൂയ കാരണം കുശുമ്പ് കാരണം ഒക്കെ പറയുന്നതാണെന്നല്ലേ കരുതത്തുള്ളൂ. അല്ല എന്നാലും അമ്മേ, നമ്മൾ പറഞ്ഞില്ല എങ്കിൽ വേണ്ട വേണ്ട, നീ ഒരു കാര്യം ചെയ്യുക. അവർക്ക് തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, വിഘ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരു തേങ്ങ ഗണപതിക്ക് മുമ്പിൽ ഉടച്ചാൽ മതി. അപ്പൊ പിന്നെ വിഘ്നങ്ങളൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഏതായാലും രേവതിയുടെ മനസ്സിന് അങ്ങോട്ട് ഇതൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോ പറയാതിരുന്ന എന്തെങ്കിലും സംഭവിച്ചാലോ, രേവതിയുടെ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ നല്ലതേ സംഭവിക്കുള്ളെങ്കിൽ അത് പറയുന്നതല്ലേ നല്ലതെന്ന് രേവതിക്ക് തോന്നി. ഇതാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പോകരുത്, ഉപദ്രവമായിട്ട് മാറുന്നു. ഏതായാലും ഈ ഒരു സമയം നമ്മുടെ ഓണറും ഓണറിന്റെ ഭാര്യയും വന്നു. അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് സുധിയും ശ്രുതിയും കാണുകയാണ്. അന്ന് അവരെ കണ്ടത് ഓടി സുധിയും ശ്രുതിയും അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ അവരവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമസ്കാരം ഒക്കെ പറഞ്ഞു. അപ്പൊ അയാൾ ചോദിച്ചു, അഡ്വാൻസ് 5 lakhs അല്ലേ പറഞ്ഞത്, അത് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ബാക്കി 25 ലക്ഷം നിങ്ങൾ ഫാമിലി ആയിട്ട് താമസിക്കാൻ നേരത്തെ വരുമ്പോ തന്നാ മതി. ശരി സാറേ, ഓക്കെ. അല്ല, അടുത്ത ദിവസം അവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ വരില്ലേ? വരും വരും വരും. സബ് ഡീലേഴ്സ് ക്യാഷ് അയക്കുന്നുണ്ട്. ബാക്കി 25 lakhs ഞാൻ ഉടനെ തരാം. അതെനിക്ക് ക്യാഷ് ആയിട്ട് തന്നെ വേണം കേട്ടോ. അല്ലാതെ വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാ പിന്നെ ഇപ്പോഴത്തെ 5 ലക്ഷം രൂപ തരട്ടെ. അല്ല, അതിനു മുമ്പ് അഡ്വാൻസ് എഗ്രിമെന്റിൽ നിങ്ങളൊന്ന് സൈൻ ചെയ്യണം എന്ന് പറയാം. അതിനിപ്പോ എന്താ, സൈൻ ചെയ്യാലോ. എന്നാ പിന്നെ അത് എടുക്ക് സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനായിട്ട് ആ എഗ്രിമെന്റ് എടുത്ത് നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും കൈ കൊടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ രേവതി വരുന്നത്. ഏതായാലും രേവതി നല്ലതിനു വേണ്ടി വരുന്നതാണ്. ഏതായാലും ഒപ്പിടാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ രേവതി എത്തി. എന്നിട്ട് പറഞ്ഞു, ശ്രുതിയുടെ കാല് തട്ടി നിറകുടം മറിഞ്ഞില്ലേ, അതിനിപ്പോ എന്താ? അത് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നതല്ലേ, അത് നല്ല ശകുനമല്ലെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നതാ അത് പറയാനായിട്ട്. വേണ്ട, ഇന്ന് അഡ്വാൻസ് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ രേവതി സംസാരിക്കുക. ശ്രുതിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് രേവതി പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ വന്നത്, അപ്പോഴ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ അഭിപ്രായത്തില് നിങ്ങൾ വേറൊരു ദിവസം അഡ്വാൻസ് കൊടുക്കുന്നത് തന്നെ നല്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് വീണ്ടും ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങ് മാറി പോവുകയാണ് കേട്ടോ. ശ്രുതിക്കാണ് മുഖത്തൊരു വിഷമം പോലെയൊക്കെ. ശ്രുതി പറഞ്ഞു, അത് പിന്നെ അതിന്റെ ഒന്നും കാര്യമൊന്നുമില്ല. അപ്പം ശ്രുതി ആണെങ്കിൽ എന്തോ പോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞല്ല, ശകുനം ശരിയല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇന്ന് അഡ്വാൻസ് കൊടുക്കണ്ട, വേറൊരു ദിവസം അഡ്വാൻസ് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആണെങ്കിൽ, എന്റെ പൊന്നു ശ്രുതി, മണ്ടത്തരം പറയാതെ എന്തിനാ ഈ മണ്ടത്തരം പറയുന്നത്? അപ്പൊ അവിടെ നിന്ന് ഓണർ ആണെങ്കിൽ ഭാര്യയോട് പറയാ, ദൈവമേ നശിപ്പിക്കല്ലോ, ഈ പെണ്ണ് ഏതാ ഇപ്പൊ കയറി വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പൊ രേവതിയാണല്ലോ വന്ന് പറഞ്ഞത്. അപ്പൊ ശ്രുതി പറഞ്ഞു, ഇതിലൊരു ദുശകനവും ഇല്ല, ഇതിൽ എന്ത് ദുശകനം, അറിയാതെ ഒന്ന് കാല് തട്ടിയിട്ട് വെള്ളം അറിഞ്ഞു, അതിനിപ്പം ദുശകനമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ശ്രുതി അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഓണർ പറഞ്ഞല്ലേ, ഇതാരാ എന്ന് ചോദിച്ചു രേവതിനെ നോക്കിയിട്ട്. അപ്പം പറഞ്ഞു, ഇതെന്റെ അനിയന്റെ വൈഫാ. അപ്പൊ സ്വന്തക്കാരല്ലേ. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം. സ്വന്തക്കാർക്കല്ലെങ്കിൽ നന്നാകുന്നത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അത് പിന്നെ ഒരാൾ വീടോ സ്ഥലമോ മറ്റോ മേടിക്കുമ്പം അവരുടെ സ്വന്തക്കാർക്ക് സഹിക്കത്തില്ലെന്നേ, അസൂയ ഉണ്ടാവും, കുശുമ്പും ഉണ്ടാവും. അപ്പൊ രേവതി പറഞ്ഞു, അസൂയ കൊണ്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഇവരോടൊന്നല്ല, ആരോടും എനിക്ക് അസൂയ കുശുമ്പോ ഒന്നുമില്ല, ഇവരുടെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞത്. നല്ലതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുമല്ലേ. അപ്പൊ ശ്രുതി പറഞ്ഞു, അതല്ല, ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഇവളുടെ അമ്മയുടെ പൂക്കടയുണ്ട്. വിവാഹത്തിന് മുമ്പ് ഇവള് ഇവിടെയായിരുന്നു. അപ്പം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ അതുകൊണ്ട് അഡ്വാൻസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമോ എന്നൊരു സംശയം. അതാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത്. അപ്പൊ ഓണർ പറഞ്ഞു, സമയം ശകുനൊക്കെ നോക്കിയാൽ ഞങ്ങൾ ഇവിടെ വന്നത്, നിങ്ങൾ ഈ പറയുന്നത് ഒട്ടും ശരിയല്ല. ഇനിയിപ്പം ഞങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതുമല്ല വേറൊരു പാർട്ടി വന്നായിരുന്നല്ലോ സുനിതെ, അവരെ വിളിച്ച് അഡ്വാൻസ് തരാൻ പറ, ഇത് നമുക്ക് വേണ്ടാന്ന് വെക്കാന്ന് ഓണർ.
അപ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ മനസ്സങ്ങ് പെടഞ്ഞു. സുധി പറഞ്ഞു, സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ വീട് മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നേ. എനിക്ക് ദുബായിലേക്ക് പോകേണ്ടതാ, എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇനിയിപ്പോ വേറൊരു ദിവസം ആന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ല. ഇടി സുനിതെ, അവരെ വിളിക്കാൻ പറഞ്ഞിട്ട് ആ ഭാര്യയോട്, അതായത് ഓണറിന്റെ ഭാര്യയോട് വേറെ ആരെയും വിളിക്കാൻ പറയുക. അപ്പം ആ പുള്ളിക്കാരി ഫോണൊക്കെ എടുത്ത് കുത്തുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, അയ്യോ വിളിക്കരുത് വിളിക്കരുത്, ഈ വീട് ഞങ്ങൾ തന്നെ മേടിച്ചോളാം, ഇപ്പൊ തന്നെ അഡ്വാൻസ് തന്നോളാം. അപ്പൊ ശ്രുതി പറഞ്ഞു, ഒരു പ്രശ്നമില്ല സാറേ, ഞങ്ങൾ ഇപ്പൊ തന്നെ അഡ്വാൻസ് തരാം. ശ്രുതി പെട്ടെന്ന് കൊടുക്ക അഡ്വാൻസ് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്താ രേവതി ഇതിനിടയിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്. ഓ ഞങ്ങളുടെ നല്ലതിന് വേണ്ടി ഒന്നും പറയുകയോ വേണ്ട, ചെയ്യുകയോ വേണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ശ്രുതി ഈ ക്യാഷ് കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടില്ലല്ലോ. അപ്പൊ ഓണർ പറഞ്ഞ ആ എഗ്രിമെന്റിൽ ഒപ്പിട്ട് തരണമെന്ന്. ഏതായാലും ആ ഒപ്പിട്ടിട്ട് നമ്മുടെ ശ്രുതി അത് കൊടുക്കുകയാണ്. ആ 5 ലക്ഷം രൂപ അഡ്വാൻസ് തുക കൊടുക്കുകയാണ് കേട്ടോ. രേവതി സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. ഇതാ പറയുന്ന, ഉപകാരം ചെയ്യാൻ പോയ ഉപദ്രവമാകും. ഇപ്പം നമ്മുടെ രേവതിക്ക് കുശുമാണ്, അസൂയാണെന്നൊക്കെ പറയാലോ ഇനി. ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ഒരു സംശയം. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുവാണ് ശ്രുതിയോട്, ഈ രേവതി പറഞ്ഞത് ശരിയാണോ? ദേ എന്റെ പൊന്നു ശ്രുതി, ആ കാര്യം വീട്. ഇപ്പൊ ആ സാറ് പറഞ്ഞതുപോലെ ബന്ധുക്കൾ അസൂയയും കുശുമോണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയും. ആ കാര്യം മനസ്സിൽ വെച്ച് നടക്കാതെ നമുക്ക് ആ കാര്യം ഒന്ന് വിട്ടേക്കാം. ഇപ്പൊ അഡ്വാൻസ് ഒക്കെ കൊടുത്തല്ലോ, നമുക്ക് നമ്മൾ വീട് മേടിക്കാൻ പോകും, അതോർത്ത് സന്തോഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ അടുത്ത് വന്ന് രേവതി ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ലക്ഷ്മി ചോദിച്ചു, നീ എന്തിനാ മോളെ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലേ പറയരുതെന്ന്. അത് പിന്നെ അമ്മേ, ഞാൻ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത്. നിനക്ക് അസൂയാണെന്നല്ലേ അവര് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് നല്ലത് പറഞ്ഞാലും നല്ലത് ചെയ്താലും ഒക്കെ ഇങ്ങനെയാ സംഭവിക്കത്തുള്ളൂ. ഇപ്പൊ എന്തായാലും ആവശ്യത്തിന് നിനക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ, ഇനിയിപ്പം ബാ പോകാം, അതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. അപ്പൊ ഫോൺ എടുത്തു നമ്മുടെ രേവതി. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം ഹലോ സാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കല്യാണ മണ്ഡപം ഇല്ലേ, കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് ആള് വിളിക്കുന്നത് കേട്ടോ. അയാൾ പറയാണ്, അന്നേ നീ കല്യാണ മണ്ഡപം ചെയ്തില്ലേ, അന്ന് ഒരു സ്ത്രീ വന്നായിരുന്നു, അന്ന് രേവതിയുടെ ഡെക്കറേഷൻ കണ്ടായിരുന്നു, അതുകൊണ്ട് വീണ്ടും അവർക്ക് അവരുടെ മകളുടെ കല്യാണത്തിന് രേവതി തന്നെ ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യണമെന്നാ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, അതിനിപ്പോ എന്താ സാറേ? ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലല്ല കേട്ടോ ഫംഗ്ഷൻ, നളന്ദ ഓഡിറ്റോറിയത്തിലാ ഫംഗ്ഷൻ. അവര് ഓഡിറ്റോറിയത്തിലുണ്ട്. രേവതി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ ചെയ്ത് ചെന്ന് അവരെ ഒന്ന് കണ്ട് സംസാരിക്കും, ഞാൻ നമ്പർ വേണേൽ ഇപ്പൊ അയച്ചു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി അവരെ പോയി കാണുകയാണ്. അങ്ങനെ രേവതി അവരെ പോയി കണ്ടു, അവരോട് സംസാരിക്കുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് രേവതിയുടെ ആ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ രേവതിയുടെ സംസാരവും ഒക്കെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നമ്മുടെ രേവതി ഡെക്കറേഷൻ ചെയ്ത ആ കല്യാണ മണ്ഡപം ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് കൊച്ചി നീ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ആ നളന്ദ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അപ്പൊ ആ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു. ആ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നിട്ട് നമ്മുടെ രേവതിനെ ഇങ്ങനെ പരിചയപ്പെടുത്താണ്, ഈ കുട്ടിയാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അത് പിന്നെ ശരിയാവില്ലല്ലോ, ഞങ്ങളുടെ ഇവിടെ സ്ഥിരം ഒരു സ്ത്രീ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്, ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയെ കൊണ്ട് ഡെക്കറേറ്റ് ഞങ്ങൾ ചെയ്യിപ്പിക്കാറുള്ളൂ, അങ്ങനെ പുറത്തൊന്നും ഒരാളെ പിടിക്കാറില്ല. മാത്രമല്ല ആ സ്ത്രീ അങ്ങനെ ഞങ്ങൾ പുറത്ത് ആർക്കെങ്കിലും കൊടുത്തു എന്ന് അറിഞ്ഞാൽ തന്നെ ആ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് പറ്റത്തില്ല, ഞങ്ങൾ പുറത്തുനിന്ന് ഒരാളെ ഡെക്കറേറ്റ് ചെയ്യാൻ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. ഹേമ മേഡം എന്ന് പറയുന്ന ഒരാളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും മാത്രമല്ല ഞങ്ങൾ പറഞ്ഞായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി ചെയ്ത ഡെക്കറേഷൻ ഞങ്ങൾ കണ്ടു, അത് നന്നായിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അയാൾ പറഞ്ഞെങ്കിലും, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തുനിന്ന് ഒരാളെ വിളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ ഈ തവണത്തെ ഓർഡർ എനിക്ക് താ, ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്യട്ടെ. അയ്യോ പുറത്ത് ഓർഡർ കൊടുത്താൽ പ്രശ്നമാവും വെച്ചാൽ, അതുകൊണ്ട് തന്നെയാണ് അത് വലിയ പ്രശ്നമാവുന്നത്. അപ്പോഴത്തേക്കുമാണ് ആ പുള്ളിക്കാരി വരുന്നത് കേട്ടോ. അതായത് മെയിൻ ഡെക്കറേഷൻ ചെയ്യുന്ന ആ പുള്ളിക്കാരി ഹേമ എന്ന് പറയുന്ന പുള്ളിക്കാരി വരികയാണ്. ആ ഒരു സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് തന്നെ ആ പുള്ളിക്കാരിയുടെ കൂടെ വേറൊരു പയ്യനും ഉണ്ടല്ലോ, ആ പയ്യനും കൂടെയാണ് വരുന്നത്. പയ്യനല്ല, ഒരു ചെറുപ്പക്കാരനാണേ. അങ്ങനെ ആ പുള്ളിക്കാരി വന്ന് ഇരുന്ന് തന്നെ കാലുമേ കാലൊക്കെ വെച്ച് വലിയ ആരോ ആണ്, ഹേമ മേഡമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വന്ന് ഇരിക്കുക. അപ്പൊ രേവതി ഈ പുള്ളിക്കാരിനെ കണ്ടു കേട്ടോ. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, ഇതാണ് ഹേമ മേഡം, ഈ പുള്ളിക്കാരിയാണ്, ഈ മേഡമാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഏതായാലും ഈ മണ്ഡപത്തിൽ വരുന്ന എല്ലാ ഓർഡറും എനിക്ക് തന്നെയാണ് കിട്ടുന്നത്, എനിക്ക് തന്നെയാണ് വരുന്നത്, ഞാനാണ് സ്ഥിരമായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാറ്, നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഞാൻ തന്നെ ഡെക്കറേഷൻ നടത്തും എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ആ സ്ത്രീ പറഞ്ഞു, രമണി എന്ന് പറഞ്ഞ ആ സ്ത്രീ പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ആരാ ഡെക്കറേഷൻ ചെയ്യണമെന്ന്, ഞങ്ങൾ പറഞ്ഞിട്ടാ രേവതി വന്നത്, ഞങ്ങൾക്ക് രേവതിനെ ഒഴിവാക്കാൻ കഴിയത്തില്ല, ഞങ്ങളുടെ മണ്ഡപം രേവതി തന്നെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം
ഹേമ പറഞ്ഞു, അതെ, ഓഡിറ്റോറിയത്തിൽ എവിടെ എങ്ങനെ ഒക്കെ ഡെക്കറേഷൻ ചെയ്യണമെന്ന് എന്നോടും ഇവളോടും പറ. അത് വെച്ച് ഞാനൊരു കൊട്ടേഷൻ തരാം. ദേ ഇവളും ഒരു കൊട്ടേഷൻ തരട്ടെ. ആർക്ക് ഓർഡർ കൊടുക്കണമെന്ന് കൊട്ടേഷൻ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇതൊരു ചെറിയ മത്സരം കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അതെ, ഇവര് പറഞ്ഞത് ശരിയാ, നമുക്ക് അങ്ങനെ ചെയ്യാം. അതാ നല്ലത്. ആരുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് പ്രശ്നമാവൂലേ? നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആദ്യം ഇവളോട് സംസാരിച്ചത് ഓക്കെ ആക്ക് എന്ന്, അതായത് ഹേമയോട് സംസാരിച്ച് ഓക്കെ ആക്കുക, ബാക്കി ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് രേവതി ഇറങ്ങിപ്പോയി സംസാരിക്കാനായിട്ട് അവരോട്. അതായത് രമണി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ മകളുടെ കല്യാണത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അവരോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രമണി അതുപോലെ രമണിയുടെ ഹസ്ബൻഡും കാണിച്ചു കൊടുക്കുകയാണ് ഓഡിറ്റോറിയത്തിൽ എവിടെയൊക്കെ ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം രേവതി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പറഞ്ഞു, അത് പിന്നെ, അതായത് രേവതി ചോദിക്കും എവിടെ ഡെക്കറേഷൻ ചെയ്യേണ്ടതെന്ന്. അപ്പം നീ എങ്ങനെയാണോ നിനക്ക് പ്ലാന്, നീ അതനുസരിച്ച് ചെയ്താൽ മതി. നീ ആ ഒരു കല്യാണത്തിന് ഡെക്കറേഷൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. ഏതായാലും നമ്മുടെ മറ്റേ പെണ്ണും ഇതേപോലെ തന്നെ ചെയ്യും. ഹേമ മേഡവും ഇതേപോലെ തന്നെ ചെയ്യും. ഹേമ മേഡവും ആ ഒരു ഡെക്കറേഷന് വേണ്ടി വന്നിരിക്കുന്നതാണല്ലോ. അപ്പൊ ചെറിയൊരു മത്സരം തന്നെയാട്ടോ അവിടെ നടത്തുന്നത്. അപ്പം ഈ ഹേമ മേഡത്തിന്റെ ഡ്രൈവർ നമ്മുടെ രേവതി പറയുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പോയി നിന്ന് ഒളിഞ്ഞു നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. രേവതി എങ്ങനെയാ ചെയ്യുന്ന ആ ഒരു ഐഡിയ ഒക്കെ അറിയാനാണോ എന്ന് അറിയത്തില്ല, പതുക്കെ പോയി നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രേവതി ചോദിച്ചു, അല്ല എല്ലാം ഓക്കെ അല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആണ്, ഏതായാലും നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് കൂട്ടി പൈസ എത്രയാവും എന്നൊക്കെ പറയാമെന്നും പറഞ്ഞ് എല്ലാ സംഭവം ഇങ്ങനെ കൂട്ടിയൊക്കെ എടുക്കുകയാണ്, കൂട്ടിയൊക്കെ നോക്കുവാണ് രേവതി. ഈ ഒരു സമയത്ത് നമ്മുടെ മേഡത്തിന്റെ ഡ്രൈവർ പറഞ്ഞു, അതെ, മേഡം ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു, അവളിപ്പം കൊട്ടേഷൻ കൊടുക്കും, ഞാൻ അവിടെ പോയി നോക്കിയായിരുന്നു, ഭയങ്കര ഗംഭീരമായിട്ട് എന്തൊക്കെയോ ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും ഇവിടെ ഹേമ മേഡവും എന്തോ പേപ്പറും പേനയൊക്കെ എടുത്ത് കുത്തിയൊക്കെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു എമൗണ്ട് കൂട്ടിയിട്ട് രമണി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് കൊണ്ടുപോയി രേവതി കൊടുക്കുകയാണ്. ഈ എമൗണ്ടിൽ ചെയ്തു തരാൻ നിങ്ങൾ പറഞ്ഞതൊക്കെയെന്ന്. ആ എമൗണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹേമയ്ക്ക് എമൗണ്ട് എത്രയാന്ന് അറിയത്തില്ല, ഹേമ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ എമൗണ്ട് കണ്ടപ്പോഴത്തേക്കും 1,20,20,000 രൂപയോ, ഈ എമൗണ്ടിന് എങ്ങനെ ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഒരു 80,000 രൂപയാണ് ഞങ്ങളുടെ ബഡ്ജറ്റ്, അതിനാണെങ്കിൽ ഓക്കെ ആക്കി തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ സീസൺ അല്ലേ സാറേ, കുറെ കല്യാണങ്ങളുള്ള സമയമല്ലേ, അപ്പൊ പൂക്കൾക്ക് ഡിമാൻഡും റേറ്റും ഒക്കെ കൂടും, അതനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു എമൗണ്ട് തന്നത്. അയ്യോ, എന്നാലും ഇത് കുറച്ച് കൂടുതലല്ലേ രേവതി, പൂവിന്റെ വില, ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട ശമ്പളം, അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ഇതിൽ കൂടുതൽ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, എനിക്ക് വലിയ ലാഭമൊന്നും ഇതിനകത്തില്ലേ, നിങ്ങൾ എനിക്ക് വേറെ ഒന്നും എക്സ്ട്രാ തരണ്ട, പിന്നെ നിങ്ങൾ എന്റെ വർക്ക് ഇഷ്ടപ്പെട്ട് വന്നതായതുകൊണ്ട് ഞാൻ ലാഭം വേണ്ടാന്ന് വെച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രമണി പറഞ്ഞു, എന്നാലും ഇത് അല്പം കൂടുതലാ രേവതിന്ന്. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മേഡത്തിന് ഭയങ്കര സമാധാനമായിട്ട്, അപ്പൊ മേഡം ഇതിൽ കുറച്ച് കൊടുക്കാനല്ലേ നോക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മേഡം പറഞ്ഞു, അതെ, ഈ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രമണിക്ക് ആ ലിസ്റ്റ് കൊടുക്കുക, ആ മേഡത്തിന്റെ ലിസ്റ്റ്. അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒത്തിരി പൈസ വരുന്നില്ല കേട്ടോ, അതായത് നമ്മുടെ രേവതി കൊടുത്ത അത്ര റേറ്റ് വരുന്നില്ല, കുറച്ച് പൈസ വരുന്നുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ അവർക്കത് പിടിച്ചു കേട്ടോ. എന്താ മേഡം ഇതിപ്പം നിങ്ങള് രേവതി എത്ര രേവതി അല്ല, നിങ്ങൾ എത്ര പറയുന്നു അതിന്റെ പകുതി ക്യാഷിന് ചെയ്തു തരാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതപ്പം ഞങ്ങൾ 80,000 പറഞ്ഞാൽ നിങ്ങൾ 40,000 ചെയ്തു തരുമെന്ന്. അപ്പൊ രേവതി ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ട് രേവതി അന്തം വിട്ട് നിൽക്കുക. അപ്പൊ രേവതിയുടെ കച്ചവടം അല്ലെങ്കിൽ രേവതിയുടെ ഈ ഒരു കൊട്ടേഷൻ എങ്ങനെയെങ്കിലും മുടക്കണം, അതാണ് മേഡത്തിന്റെ ഉദ്ദേശം, മേഡത്തിന് കിട്ടണം. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.